ബ്രിട്ടീഷ് വൈസ്രോയിമാരെ പറ്റി നമ്മൾ പല വീഡിയോസിലായി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്കവാറുമുള്ള ആൾക്കാരെല്ലാം വില്ലന്മാരാണ്. ഈ കൂട്ടത്തിലെ നല്ലവനായ ഉണ്ണി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മികച്ച രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭരണം നടത്തിയ ചുരുക്കം ചില വൈസ്രോയിമാരിൽ ഒരാളാണ് ലോർഡ് റിപ്പൺ. പക്ഷേ ആ നല്ലവനായ ഉണ്ണി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഇന്നസെന്റ് ആണോ? ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാവും. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ റയർ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് PSC UPSC എക്സാംസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോർഡ് ലിറ്റൺ എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു വൈസ്രോയെ പറ്റി ചർച്ച ചെയ്തിരുന്നു. ലിറ്റന് ശേഷം വരുന്ന വൈസ്രോയാണ് ലോർഡ് റിപ്പൺ. പഴയ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് സമഗ്രമായ ഒരു ഐഡിയ കിട്ടും. ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഹോട്ട് ഏരിയാസ് നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് നിലവാരത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. ലോർഡ് റിപ്പൺ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഇൽബർട്ട് ബിൽ എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധമായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഈ ക്ലാസ്സിന്റെ PDF നോട്ട്സ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. പുഷ് ദ കോമ്പറ്റീഷൻ. റിപ്പണെ പഠിക്കാൻ എളുപ്പമാണ്. കുറേ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ലിറ്റൻ ചെയ്ത കാര്യങ്ങളെയൊക്കെ റിപ്പീൽ ചെയ്ത വ്യക്തിയാണ് റിപ്പൺ എന്നാലോചിച്ചത്. റിപ്പീൽ മീൻസ് പഴയ പരുവത്തിലാക്കാം. അപ്പൊ റിപ്പൺ കൊണ്ടുവന്ന വെർണക്കിൾ പ്രസ് ആക്ടിനെ റിപ്പീൽ ചെയ്യുന്ന ലിറ്റൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മൾ പോപ്പുലർ വൈസ്രോയ്, ജനകീയനായ വൈസ്രോയ്, വൺ ഓഫ് ദ ബെസ്റ്റ് വൈസ്രോയ്സ് വി എവർ ഹാഡ്. ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള കുറ്റം പറയാനില്ല, എന്നാൽ ഒന്ന് രണ്ട് കുറ്റം നമുക്ക് പറയാം. അത് കേസ് നമുക്ക് ഒരുപക്ഷെ ആവശ്യം വരും. ഇദ്ദേഹത്തിന്റെ സമയത്തെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഫാക്ടറീസ് ആക്ട്, ഫസ്റ്റ് ഫാക്ടറീസ് ആക്ട് 1881. നിങ്ങൾ ടൈം ഫ്രെയിം നോക്കിക്കേ. നമ്മൾ 1885 അടുത്തുകൊണ്ടിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരാറായിട്ടിരിക്കുന്ന സമയം അത്. അപ്പൊ ഇന്ത്യൻ ദേശീയത ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആണത്, അല്ലെ? നമുക്കിവിടെ ഫസ്റ്റ് ഫാക്ടറീസ് ആക്ട് എന്താന്ന് നോക്കാം. ഫാക്ടറീസ് ആക്ട് മീൻസ് ഈ സമയത്ത് ഇന്ത്യയിൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രി മീൻസ് വ്യവസായശാലകൾ. ആ വ്യവസായശാലകൾ പണിയെടുക്കുന്ന തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ടാണ് ഫസ്റ്റ് ഫാക്ടറീസ് ആക്ട്. ഇതില് കുട്ടികളെ പണ്ട് കാലത്ത് ഈ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പഠിക്കും കേട്ടോ. നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനകത്ത് ഏറ്റവും ബ്രൂട്ടൽ ചാപ്റ്റേഴ്സ് ആണ് ഈ സ്പിന്നിങ് ജെന്നിയുടെ ഒക്കെ. കാര്യം ചില ഉപകരണങ്ങൾ വർക്ക് ചെയ്യിക്കണമെങ്കിൽ കുട്ടികളുടെ ചെറിയ വിരലുകൾ വേണം. അപ്പൊ അതുകൊണ്ട് കുട്ടികളെയാണ് ഈ ഫാക്ടറിയിൽ ഇപ്പോഴും ശിവകാശിയിൽ പടക്കം നിർമ്മിക്കണമെങ്കിലേ കുട്ടികൾ വേണം. അവരുടെ ചെറിയ വിരൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പടക്കം ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഈ ചൈൽഡ് ലേബർ കൂടുന്നതിന് പ്രധാനപ്പെട്ട റീസൺ ടെക്നോളജിക്കലാണ്. കാരണം മെഷീൻസിന്റെ ഡിസൈൻ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാക്ടറികൾ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, പണിയെടുപ്പിക്കും. അന്നത്തെ കാലത്ത് ബർമിംഗ്ഹാമിൽ ഒരു കുട്ടിയുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 4 വയസ്സ് 5 വയസ്സ്. അതിന് മുമ്പ് കുട്ടി തട്ടിപ്പോവും, അല്ലെങ്കിൽ ഒരു കൈ പോകും, ഒരു കാല് പോകും. ഭയങ്കര ബ്രൂട്ട്. ഇന്ത്യയിലെ അവസ്ഥ മറ്റ് ഇതൊന്നും അല്ലായിരുന്നു. ഈ കുട്ടികൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല. അവനൊരു 5 6 അല്ലെങ്കിൽ മാക്സിമം 7 വയസ്സാവുന്നതിന് മുമ്പ് അതിന് കൈ ആംപ്യൂട്ടഡ് ആവും, കാല് ആംപ്യൂട്ടഡ് ആവും. പിന്നെ ലൈഫ് ലോങ് ഇതാണ്, മിസറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ പറയുന്ന വ്യവസായശാലകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനകത്ത് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ. അതായത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊടുക്കാവൂ. അവരെ ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കരുത്. പിന്നീട് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ആൾക്കാർക്ക് ബ്രേക്ക് കൊടുക്കണം. പിന്നീട് 1 മാസം 4 അവധി എങ്കിലും കൊടുക്കണം എന്നൊക്കെയുള്ള സിസ്റ്റം ഈ ആക്ടിനകത്താണ് വരുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും റിപ്പൺ വളരെ നല്ല വ്യക്തിയാണെന്ന്. പക്ഷെ റിപ്പണെ നമ്മൾ ഒബ്ജക്റ്റീവ്ലി ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ആക്ട് ഒന്നും ബ്രിട്ടനിലില്ലായിരുന്നു. ഇപ്പം കുറച്ചൊരു ഡെപ്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ ക്യാപിറ്റലിസ്റ്റുകൾ, അതായത് ടാറ്റ, ബിർള, ബജാജ് ഫാമിലി, കുറെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ. ഇവരൊക്കെ ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണോ എതിർത്ത വ്യക്തികളാണോ? ഇതിൽ മുതലാളിമാര് ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്യാൻ എതിർത്ത വ്യക്തികളാണോ? പുരുഷോത്തം ദാസ്, കുറെ പേരുണ്ടല്ലോ. ഇവരൊക്കെ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ്. നിങ്ങൾ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സുകളെ ഒന്ന് അടുത്ത് പരിചയപ്പെടണം. അതായത് ടാറ്റ, ബിർള, ബജാജ് ഫാമിലി, ഇവരൊക്കെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഗാന്ധിജിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത്
നമ്മുടെ നാഷണലിസത്തിനെ ഒരുവിധം പ്രൊമോട്ട് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിവിടെ ബോംബെ പ്ലാനൊക്കെ പഠിക്കും. ഇവര് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ റെയിൽവേസ് ഒക്കെ ദേശസാൽക്കരിക്കണമെന്നാണ്. ബ്രിട്ടനിലെ ക്യാപിറ്റലിസ്റ്റുകളല്ല ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ ക്യാപിറ്റലിസ്റ്റുകൾ കുറെ കൂടെ മനസാക്ഷിയുള്ള ആൾക്കാരായിരുന്നു. കാര്യം അവരെ ഓരോ ഘട്ടത്തിലും ബ്രിട്ടീഷ് ക്യാപിറ്റലിസ്റ്റ് പാര വെച്ചോണ്ടിരുന്നു. ഒന്ന് ആലോചിക്കേ, ബ്രിട്ടനിൽ മുതലാളിമാരുണ്ട്, ഇന്ത്യയിൽ മുതലാളിമാർ വളർന്നു വന്നു കഴിഞ്ഞാൽ ബ്രിട്ടന് പണിയാണ്, നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാര് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് നമ്മുടെ മുതലാളിമാരെ എപ്പോഴും പാര വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുതലാളിമാര് ഡെവലപ്പ് ചെയ്തത് ബ്രിട്ടന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെയാണ്. ഇത് കുറച്ച് നമ്മുടെ എവല്യൂഷനിലെ ക്യാപിറ്റൽ ക്ലാസ് എന്നൊരു ചാപ്റ്റർ വിഭജനത്തിലുണ്ട്. നമുക്ക് ആ പെർസ്പെക്റ്റീവ് ചോദ്യം വന്നെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മുതലാളിമാർക്ക് പണി കൊടുക്കാനാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. ഇന്ത്യയിലെ മുതലാളിമാർക്ക് കുട്ടികളെ ജോലിക്കെടുക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ പല ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ആക്ട് മാഞ്ചസ്റ്ററിലോ ലെങ്കാഷെയറിലോ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഒരു സ്ഥലത്ത് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റിപ്പൺ ഇത് ചെയ്തത്, റിപ്പൺ അത് നല്ല വ്യക്തിയാണെങ്കിൽ റിപ്പൺ അത് ബ്രിട്ടനിലും കൊണ്ടുവരാൻ ശ്രമിച്ചേനെ. ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് പലരും കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ബ്രിട്ടീഷുകാർ ചെയ്ത നല്ല കാര്യങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഇരുന്ന് ആലോചിക്കുമ്പോൾ അതിനകത്ത് പല ഡയമെൻഷൻസ് ആണ്. അപ്പൊ ഇത് ഇവരുടെ കേസിന് ഡിസ്ക്രിപ്റ്റീവിന് വരികയാണെങ്കിൽ എഴുതാൻ പറ്റണം. അപ്പം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് വെയർ ഇൻ സപ്പോർട്ട് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇന്ത്യൻ ദേശീയതയുടെയും ഗാന്ധിയൻ പൊളിറ്റിക്സിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു ഇന്ത്യയിലെ ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള കാര്യം ഓർക്കുക. ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. ഓക്കെ, ഇവിടെ ഈ സമയത്ത് ഇന്ത്യയിൽ ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്ന സമയത്തും ബ്രിട്ടനിലെ കുട്ടികളെ ജനറേഷനെ വിളിക്കുന്ന ജനറേഷൻ ഹു ഹാവ് സീൻ സൺലൈറ്റ് എന്നുള്ളതാണ്. എൻറ്റയർ ജനറേഷൻ ഹാസ് പാസ്ഡ് ഓൺ വിത്തൗട്ട് സീയിങ് സൺലൈറ്റ്. അതായത് അവർ സൂര്യനെ കണ്ടിട്ടില്ല. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ ഫാക്ടറിക്കുള്ളിൽ കയറും, പണിയെടുത്ത് നടുപൊഴിഞ്ഞ് വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫാക്ടറിക്ക് പുറത്തിറങ്ങാം. അത്രയും സമയം അവർക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല. എൻറ്റയർ ജനറേഷൻ ഓഫ് എന്താ പറയാ കുട്ടികൾ സൺലൈറ്റ് കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇവൻ ഓസ്റ്റിയോപോറോസ് പോലുള്ള അസുഖങ്ങൾ വരും, ഹെൽത്ത് നശിക്കും. അത്രയും ബ്രൂട്ടലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ചരിത്രം. നമ്മൾ വേൾഡ് ഹിസ്റ്ററി അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ കാര്യം കഴിഞ്ഞ KS ചോദിച്ചത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഡെപ്ത് ആണെന്ന് തോന്നുന്നു, പക്ഷെ ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന സാധനങ്ങളാണ്. കഴിഞ്ഞ KSന്റെ മെയിൻസിന്റെ നിലവാരത്തിൽ ഇപ്പൊ നമുക്ക് പ്രിലിംസിലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പരീക്ഷ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ 2 ബാച്ചിനും ഈ പറയാൻ പോകുന്ന കണ്ടന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് KS ഡിസ്ക്രിപ്റ്റീവിനെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. കാര്യം ഡിസ്ക്രിപ്റ്റീവിന് വന്ന പല ചോദ്യങ്ങളുടെയും ഒബ്ജക്റ്റീവ് റെപ്ലിക്ക നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് 2 പേരും ആത്മാർത്ഥമാണ് ഈ ഒരു ഏരിയസ് പഠിക്കാം. ഓക്കെ, സോ റിപ്പന്റെ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം കണ്ടു. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞു സെൻസസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റിപ്പന്റെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഉണ്ട്, ജഡ്ജ് മീ ബൈ മൈ വർക്ക് ആൻഡ് നോട്ട് ബൈ മൈ വേർഡ്സ്. എന്നെ ഞാൻ ചെയ്യുന്ന, ചിലർ പറയണ്ട, ചിലർക്ക് ലുക്കേ ഉള്ളൂ വർക്കില്ലെന്ന് പറയാറുണ്ടല്ലോ. ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അവൻ അടിപൊളിയാന്ന് തോന്നുന്നു, പക്ഷേ അവന്റെ വർക്കിന് ആ ക്വാളിറ്റി കാണത്തില്ല. റിപ്പൺ പറയുന്ന ഒരു കാര്യം, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വാഗ്ദാനം നിങ്ങൾ വിശ്വസിക്കേണ്ട, ഞാൻ എന്റെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ജഡ്ജ് മീ ബൈ മൈ വർക്ക്സ് ആൻഡ് നോട്ട് ബൈ മൈ വേർഡ്സ് എന്നുള്ള പ്രസിദ്ധമായ വാചകം ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ബിലോങ്സ് ടു റിപ്പൺ. ക്ലിയർ ആയോ? സോ റിപ്പന്റെ കേസിൽ നമുക്ക് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇൽബർട്ട് ബിൽ എന്നൊരു കേസാണ്. ഇൽബർട്ട് ബിൽ ആരായിരുന്നു? ഇൽബർട്ട് അതായത് വൈസ്രോയിയുടെ വൈസ്രോയ്സ് കൗൺസിൽ ഉണ്ട്, വൈസ്രോയിയുടെ ഹെൽപ്പ് ചെയ്ത കൗൺസിൽ, കൗൺസിലർ മെമ്പറാണ് ഇൽബർട്ട് എന്ന് പറയാം. ഇദ്ദേഹം പുതിയൊരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്ന ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയിലെ ഇന്ത്യൻ മജിസ്ട്രേറ്റ്, ഇപ്പം MG റനാഡെ ഒക്കെ ഇല്ലേ, MG റനാഡെ, അവരൊക്കെ ആക്ച്വൽ ജഡ്ജിമാരായിരുന്നു, ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യയിലെ ജഡ്ജിമാരായിരുന്നു അവരൊക്കെ. ഇവർക്ക് പക്ഷെ ഒരിക്കലും ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യണമെങ്കിൽ ബ്രിട്ടീഷ് ജഡ്ജി തന്നെ വേണം, ഇന്ത്യൻ ജഡ്ജിക്ക് വിചാരണ ചെയ്യാനുള്ള അവകാശമില്ല. സോ ഇവിടെ നമ്മൾ പറയുന്ന കേസാണ് ജുഡീഷ്യൽ ഡിസ്ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റേസ്. ഇവിടെ ഒരു വംശത്തിന്റെ തൊലിയുടെ നിറത്തിന്റെ പേരിലാണ് ഒരാളുടെ ജൂറിസ്ഡിക്ഷൻ നിശ്ചയിക്കപ്പെടുന്നത്. ഇത് ശരിയാണോ? ഇത് ജുഡീഷ്യറിക്കും ബ്രിട്ടീഷ് കോമൺ ലോയ്ക്കും വരെ ഏറ്റവും വലിയ ഒരു അപമാനമായിരുന്നു. അപ്പം നമ്മുടെ റൂൾ ഓഫ് ലോ പോലുള്ള കോൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാർ തന്നെയാണ്, AB ടൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ആർട്ടിക്കിൾ 14 പറയുന്നത്. പക്ഷെ അവര് തന്നെ ഈ രീതിയിൽ റേസിസ്റ്റ് ആയിട്ട് ജുഡീഷ്യറിയെ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്ന് അവർക്ക് തന്നെ തോന്നി. അതുകൊണ്ട് ഈ ഒരു ജുഡീഷ്യൽ ഡിസ്ക്വാളിഫിക്കേഷൻ, അതായത്
തൊലിയുടെ നിറം കുറച്ച് ഡാർക്ക് ആയാൽ അവന് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഇൽബർട്ട് ബിൽ. റിപ്പൺ നമുക്കറിയാം അത്യാവശ്യം മനസാക്ഷിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് റിപ്പൺ ഈ ബില്ലിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുവാണ്. പക്ഷേ ഈ ഒരു ബില്ല് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള ബ്രിട്ടീഷുകാർ ഈ ബില്ലിനെ എതിർക്കുക. കാര്യം മോസ്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് സിറ്റിസൺസ് ദേ റേസിസ്റ്റ്. നമുക്കറിയാം ഇന്നും ജാലിയൻ വാലാബാഗ് മസാക്കറിന് മാപ്പ് പറയാൻ തയ്യാറാവാത്ത ജനതയാണ് ബ്രിട്ടനിലെ. അപ്പൊ അവർ അന്നും ഇന്നും റേസിസത്തിന്റെ പല എലമെന്റ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം പൊളിറ്റിക് ജസ്റ്റിസ് ഈസ് ദാറ്റ് ദേ ഹാവ് ആൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നൗ, ഋഷി സുനക്. പക്ഷെ ഈ സമയത്തും അവരുടെ റേസിസ്റ്റിക് ഒരു മെന്റാലിറ്റി മാറുന്നില്ല. അപ്പം ഈ ഒരു ബില്ലിനെതിരായിട്ട് ബ്രിട്ടീഷുകാർ തന്നെ ഭയങ്കരമായിട്ട് ബഹളമുണ്ട്. അത് റിപ്പണും ഇൽബർട്ടിനും എതിരായിട്ട് അവസാനം റിപ്പൺ രാജിവെച്ചും അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവർക്കെതിരായിട്ട് ബ്രിട്ടീഷുകാർ തന്നെ പല രീതിയിലുള്ള സമരങ്ങൾ നടത്തുക. ഖരാവോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെറ്റീഷൻ അയക്കുന്നു, കംപ്ലൈന്റ് അയക്കുന്നു, ചെന്നുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെ അവസാനം ആയപ്പോഴത്തേക്കും ഈ ബില്ല് ഭയങ്കരമായിട്ടും കോംപ്രമൈസ്ഡ് ആയിപ്പോയി. ബില്ല് നമ്മൾ ഇൻട്രൊഡ്യൂസ് എന്നുള്ള പാർലമെന്റിലാണെങ്കിലും ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ ബില്ല് പാസ് ആവുമ്പോഴും രണ്ട് ഫോം ആയിരിക്കും. ഇവരെ ഡിസ്കഷൻസ് നടക്കും, ഒരു ഹൗസ് ഡിസ്കഷൻ നടക്കും, മാറ്റങ്ങൾ വരുത്തും, അടുത്ത ഹൗസ് ഡിസ്കസ് ചെയ്യാൻ മാറ്റങ്ങൾ വരുത്തും, പിന്നാണ് പ്രസിഡന്റ് സൈൻ ചെയ്ത്, ഇവിടെ വൈസ്രോയാണ് സൈൻ ചെയ്തത്. സെയിം പാറ്റേൺ ഇവിടെ വരുന്നത്. ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിനകത്ത് ഇത്തരം ഡിസ്കഷൻസ് വന്ന് അവസാനം ഇത് കോളമായി അങ്ങ് പോയി. ഇതിന്റെ അവസാനത്തെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ല, അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല ജിഷു ഒഫീഷ്യലി മാപ്പ് പറഞ്ഞത്. മാപ്പ് പറഞ്ഞത് ചില ബ്രിട്ടീഷ് ആൾക്കാരാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഒഫീഷ്യലി മാപ്പ് പറഞ്ഞിട്ടില്ല. ഓക്കെ, കനേഡിയൻ ഗവൺമെന്റ് ആണ് കൊമഗാത മാരോ ഇൻസിഡന്റിന്റെ പേരിൽ ആ കാലഘട്ടത്തിൽ മാപ്പ് പറഞ്ഞത്. കനേഡിയൻ ഗവൺമെന്റ് ആയിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒഫീഷ്യലി ഒരു ബ്രിട്ടീഷുകാരെ മാപ്പ് പറയുന്നത് പോലെ അല്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് മാപ്പ് പറയുന്നത്. ക്രൗൺ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. യെസ്, we will come back to that. ജാലിയൻ വാലാബാഗ് ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റി പറയാം. സോ കമ്മിങ് ബാക്ക് ടു ഇൽബർട്ട് ബിൽ ടോപ്പിക്, ഇവിടെ ഈ ബില്ലിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തി. അതായത് കുഴപ്പമില്ല, ഇന്ത്യക്കാർക്കും അല്ലെങ്കിൽ ഇന്ത്യൻ മജിസ്ട്രേറ്റിനും ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിനും എല്ലാവർക്കും ബ്രിട്ടീഷുകാരെ യൂറോപ്യൻസ് എല്ലാവരെയും വിചാരണ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഈ ഡിഫൻഡന്റ്, അതായത് കുറ്റവാളി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അപ്പൊ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ he can claim a trial by jury. അതായത് സപ്പോസ് ഒരു ഇന്ത്യൻ ജഡ്ജി ഒരാളെ ശിക്ഷിച്ചു, ഒരു ബ്രിട്ടീഷുകാരെ ശിക്ഷിച്ചു ഇരിക്കട്ടെ, പക്ഷെ ആ ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്യാന്നറിയോ, അല്ലെങ്കിൽ ഒരു ഏത് യൂറോപ്യൻ ആണെങ്കിലും അയാൾക്ക് ട്രയൽ ബൈ ജൂറി സജസ്റ്റ് ചെയ്യാം. എന്താ ജൂറി സിസ്റ്റം? ഈ റിയാലിറ്റി ഷോസിൽ ജൂറി വന്നിരിക്കുന്നുണ്ടല്ലേ, അവരാണ് പറയുന്നത് പാട്ട് നന്നായോ പാട്ട് മോശമായോ. ഈ സിസ്റ്റമാണ് ഇന്നും അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നതും അന്നത്തെ കാലത്ത് ബ്രിട്ടനിൽ ഫോളോ ചെയ്തതും. ജൂറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഡ്ജിയും കാണും, പിന്നെ കുറെ ജൂറി മെമ്പേഴ്സും കാണും. ഒരാള് കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ജൂറിയാണ്. ഈ ജൂറി മെമ്പേഴ്സ് എല്ലാവരും ഓക്കെ ആണ്. കുറ്റം ചെയ്തെങ്കിൽ എല്ലാവരും കുറ്റം ചെയ്തു സമ്മതിക്കണം, കുറ്റം ചെയ്തില്ലെങ്കിൽ കുറ്റം ചെയ്തില്ല സമ്മതിക്കണം. ജഡ്ജിയാണ് ശിക്ഷ വിധിക്കുന്നത്. സപ്പോസ് കുറ്റം ചെയ്തെങ്കിൽ അയാൾക്ക് ഉള്ള ശിക്ഷ എന്തായിരിക്കണം, 10 വർഷം കഠിനതടവാണോ അല്ലെങ്കിൽ ജീവപര്യന്തമാണോ, ശിക്ഷ വിധിക്കുന്നതോട് മാത്രമേ ജഡ്ജിക്കുള്ളൂ. കുറ്റം ചെയ്തോ ചെയ്തില്ലോ തീരുമാനം ജൂറിയാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇന്ത്യയില് ഇത്തരത്തിലുള്ളൊരു ജൂറി, ഈ ജൂറിയിൽ പകുതി ആൾക്കാർ യൂറോപ്യൻസ് ആണെങ്കിൽ ഒരു യൂറോപ്യൻ ഡിഫൻഡന്റിനെതിരായിട്ട് ഈ ജൂറി സംസാരിക്കൂ. സപ്പോസ് നമ്മുടെ ബോംബെയില് ഒരു ബ്രിട്ടീഷ് പൗരനെ ഒരു ഇന്ത്യൻ ജഡ്ജി ശിക്ഷിക്കുന്നു. അപ്പം ബ്രിട്ടീഷ് പൗരൻ ട്രയൽ ബൈ ജൂറി വേണമെന്ന് വാശി പിടിക്കുന്നു. ജൂറിയിലെ പകുതി മെമ്പേഴ്സും ബൈ ലോ ദേ ഷുഡ് ബി യൂറോപ്യൻസ്. ഇവരാരുടെ കൂടെ നിൽക്കും? ഈ ജൂറി ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കും. ബട്ട് ടെക്നിക്കലി ഇൽബർട്ട് ബിൽ വാസ് എ ഫെയിലിയർ. പറഞ്ഞു വരുമ്പോൾ നമുക്കും അവരെ വിചാരണ ചെയ്യാം, പക്ഷെ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ ആലോചിച്ച് നോക്കിയേ. ട്രയൽ ബൈ ജൂറി നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ട്രയൽ ബൈ ജൂറി ഇല്ല. ഇന്ന് നമുക്ക് ജൂറി ട്രയൽ ഇല്ല. അമേരിക്കയിലുണ്ട്. ഈ ജൂറി മെമ്പേഴ്സ് സാധാരണ ആൾക്കാരായിരിക്കും, എന്നെ നിങ്ങളെയും പോലെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധമില്ലാത്ത ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇവർക്ക് ജുഡീഷ്യറി ബന്ധം കാണത്തില്ല. ഇവരാണ് പക്ഷെ തീരുമാനം എടുക്കുന്നത്. ഇതാണ് ട്രയൽ ബൈ ജൂറി എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ വരുന്നത്. അങ്ങനെ ഇൽബർട്ട് ബിൽ ടെക്നിക്കലി ഫെയിൽ ആവുകയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ.